everyone. Senesi Electrical's പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണോ അതോ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ മേഖലയിൽ ജോലി ചെയ്യാൻ താൽപര്യമുള്ളവരാണോ? നമ്മൾ അറിയാതെ പോകുന്ന പല കാര്യങ്ങളും ഈ ഒരു ഇലക്ട്രിക്കൽ മേഖലയിൽ റിലേറ്റഡ് ആയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നൽകി വരുന്ന ഇലക്ട്രിക്കൽ ലൈസൻസ് ടെസ്റ്റുകൾ. സോ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഇലക്ട്രിക്കൽ ലൈസൻസ്, എന്തുകൊണ്ടാണ് അത് ആവശ്യമായി വരുന്നത്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ ലൈസൻസ്, ഒപ്പം തന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. സോ പ്രവൃത്തി പരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഇലക്ട്രിക്കൽ ലൈസൻസ് ടെസ്റ്റുകൾ അപ്ലൈ ചെയ്ത് ഇലക്ട്രിക്കൽ ലൈസൻസിയായി മാറാം. സോ ലെറ്റ് us discuss how to apply for an electrical license. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് what is electrical license, why it's needed, types of electrical license, step by step procedures. Next we discuss about what is electrical license. എന്താണ് electrical license എന്ന് പറയുന്നത്? An electrical license issued by the electrical inspectorate refer to a legal certification that allows individuals or business to engage in electrical work. അതായത് ഇലക്ട്രിക്കൽ ലൈസൻസ് എന്ന് പറയുന്നത് കേരള ഗവൺമെന്റിന് കീഴിലുള്ള ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് നൽകി വരുന്ന ഒരു ലീഗൽ സർട്ടിഫിക്കേഷൻ ആണ്. ഇതുവഴി നിങ്ങൾക്ക് സ്വന്തമായോ ബിസിനസ് പരമായോ ഇലക്ട്രിക്കൽ വർക്കുകൾ ഏറ്റെടുത്ത് നടത്താവുന്നതാണ്. such as installation, maintenance, inspection while ensuring compliance with safety standards and regulations. ഈ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ വർക്കുകളോ മെയിൻ്റെനൻസ് വർക്കുകളോ ഇൻസ്പെക്ഷൻ വർക്കുകളോ എല്ലാം നടത്താവുന്നത്. ഓക്കെ, അതുവഴി ഈ ഒരു സർട്ടിഫിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ചും നമ്മൾ പാലിക്കേണ്ട കോഡുകളെ കുറിച്ചെല്ലാം നിങ്ങൾ ഒരു ബോധവാന്മാരായി മാറും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് why it's needed. എന്തുകൊണ്ടാണ് ഇലക്ട്രിക്കൽ ലൈസൻസ് നമുക്ക് ആവശ്യമായി മാറുന്നത്? ഈ ഒരു 4 കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഇലക്ട്രിക്കൽ ലൈസൻസ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത്. സേഫ്റ്റി കംപ്ലയൻസസ്, ലീഗൽ റിക്വയർമെന്റ്സ്, റെക്കഗ്നിഷൻ, ഇൻഷുറൻസ് ആൻഡ് ലയബിലിറ്റി. അതിൽ സേഫ്റ്റി കംപ്ലയൻസിനെ കുറിച്ച് പറയാം. ഒരു ബിൽഡിംഗിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഇലക്ട്രിക്കൽ വയറിംഗ് എന്ന് പറയുന്നത്. ഒരു ഡേ ബൈ ഡേയില് നമുക്ക് ഒരു ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മണിക്കൂറൊക്കെ നമുക്കൊരു വൈദ്യുതി നഷ്ടമായ അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലാതിരുന്ന ഒരു അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കെ, അത് വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് ഇലക്ട്രിക്കൽ സേഫ്റ്റി എന്ന് പറയുന്നത്. വൈദ്യുതി തൊട്ടാൽ ഷോക്ക് അടിക്കുന്ന എല്ലാവർക്കും അറിയാം അല്ലെ. നമ്മുടെ ഇന്ത്യയിലെ ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ സമയത്ത് സ്വിച്ച് ബോർഡ് ഒക്കെ ഇത്ര ഹൈറ്റിൽ വെക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്ര ഹൈറ്റിൽ വെക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ചെറിയ അശ്രദ്ധ മതി നമ്മുടെ ജീവനും സ്വത്തിനും ഹാനികരമാവാനായിട്ട്. നമ്മുടെ ഇന്ത്യയിൽ കുറെ അധികം ഇലക്ട്രിക്കൽ സേഫ്റ്റി പ്രിക്കോഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറെ അധികം നിയമങ്ങൾ നിലവിലുണ്ട്. അതനുസരിച്ച് വേണം ഓരോ ഇൻസ്റ്റലേഷൻ വർക്കുകളും നമ്മൾ ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീഗൽ റിക്വയർമെന്റ്സിനെ കുറിച്ചാണ്. നിങ്ങളൊന്ന് കൺസിഡർ ചെയ്തു, ഞാനൊരു പുതിയൊരു വീട് പണിയാണ്. എന്റെ പഴയ വീടിന് അടുത്ത് തന്നെയാണ് ഞാൻ പുതിയ വീട് പണിയുന്നത്. തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് തന്നെ ഞാൻ പഴയ വീട്ടിലെ മീറ്റർ കണക്ഷനിൽ നിന്നൊരു ലൈൻ എടുത്തിട്ടായിരിക്കും പുതിയ വീട്ടിലെ കൺസ്ട്രക്ഷൻ വർക്കുകൾക്ക് യൂസ് ചെയ്യുന്നത് എങ്കിൽ അത് നിയമവിരുദ്ധമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മൾ പുതിയൊരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് KSEBിയിൽ പോയി നമ്മളൊരു അപേക്ഷ കൊടുക്കും. ഒരു പർപ്പസ് ലൈന് വേണ്ടി നമ്മൾ അപേക്ഷ കൊടുക്കും. അവർ വന്ന് ഒരു ടെമ്പററി ലൈൻ ഇട്ടതിന് ശേഷം നമ്മുടെ വർക്കുകളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അവർ ഓൾറെഡി ഒരു മീറ്റർ നമുക്ക് റീപ്ലേസ് ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അങ്ങനെ കുറെ അധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഈ ഒരു ഇലക്ട്രിക്കൽ ഇൻസ്റ്റലേഷൻ വർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് റെക്കഗ്നിഷൻ. റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംഗീകാരം. ഒരു ലൈസൻസ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ല നിങ്ങളുടെ സിസ്റ്റത്തിന് ഡ്രോയിങ് വരച്ചതും അതുപോലെ തന്നെ കണക്ഷൻ കൊടുത്തതും എങ്കിൽ നിങ്ങൾക്ക് നിർഭാഗ്യവശാൽ ഒരു ഷോർട്ട് സർക്യൂട്ട് ഒക്കെ വന്ന് ആ ഒരു സിസ്റ്റത്തിന് മൊത്തത്തിൽ ഒരു നാശനഷ്ടം വന്നു കഴിഞ്ഞാൽ നിയമാനുസൃതമായി നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുകയില്ല. ഇൻഷുറൻസ് ആൻഡ് ലയബിലിറ്റി. ഒരു ലൈസൻസ് ഉള്ള ഒരാൾക്ക് മാത്രം, അല്ലെങ്കിൽ ലൈസൻസ്ഡ് ആയ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അപ്രൂവ് ചെയ്ത പ്ലാനുകൾക്കോ അല്ലെങ്കിൽ അതിലൊരു കൺസ്ട്രക്ഷൻസ് മാത്രമാണ് ഇൻഷുറൻസിനും ലയബിലിറ്റിക്കും പോസിബിലിറ്റീസ് ഏറെയുള്ളത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക്കൽ ലൈസൻസ്. മെയിൻലി നമുക്ക് 3 ലൈസൻസ് ആണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് കീഴിലുള്ളത്. വയർമാൻ ലൈസൻസ്, സൂപ്പർവൈസർ ലൈസൻസ്, ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ്. വയർമാൻ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SSLC+2. ചിലപ്പോൾ അവർക്ക് ഒരു ഇലക്ട്രിക്കൽ ബാക്ക്ഗ്രൗണ്ടിൽ ചെറിയൊരു പ്രവൃത്തി പരിചയം ഉണ്ടാവും. അല്ലെങ്കിൽ IT കഴിഞ്ഞ ഒരു വ്യക്തിക്ക് നേരിട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പോയതിനു ശേഷം വയർമാൻ അപ്രന്റീസ്ഷിപ്പിന് അപ്ലൈ ചെയ്യാം. അതൊരു 1 ഇയറിന്റെ പ്രോസസ് ആണ്. ആ 1 ഇയറിൽ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഒരു ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർ കീഴിൽ അവരെ അലോക്കേറ്റ് ചെയ്യും. അതിനുശേഷം അവർ ആ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ഡയറക്ട്ലി അവർക്കൊരു ടെസ്റ്റും അതുപോലെ തന്നെ ഒരു പ്രാക്ടിക്കൽ എക്സാം ഉണ്ടാവും. അതിനുശേഷം അവർക്ക് ഡയറക്ട്ലി വയർമാൻ ലൈസൻസ് എടുക്കാം. ഇനി ആ വയർമാൻ ലൈസൻസ് ഉപയോഗിച്ച് ഒരു 3 to 5 വർഷം വരെ അവർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്ട്ലി അവർക്ക് സൂപ്പർവൈസർ ക്ലാസ് C ലൈസൻസിലോട്ട് ഉയരാവുന്നതാണ്. സൂപ്പർവൈസർ ലൈസൻസ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C.
ക്ലാസ് എ ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിടെക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഒരു BE ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വിത്തൗട്ട് എനി വർക്ക് എക്സ്പീരിയൻസ് ഡയറക്ട്ലി ക്ലാസ് എ ലൈസൻസ് എടുക്കാം. അതുപോലെ തന്നെ ഒരു ഡിപ്ലോമ കഴിഞ്ഞ ഒരു വ്യക്തിക്ക് വിത്തൗട്ട് എനി എക്സ്പീരിയൻസ് ഡയറക്ട്ലി ക്ലാസ് ബി സൂപ്പർവൈസറി ക്ലാസ് ബി ലൈസൻസ് എടുക്കാവുന്നതാണ്. ഇനി ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ലൈസൻസ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ ലൈസൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർവൈസറി ലൈസൻസ് ഉള്ള ഒരു വ്യക്തി അദ്ദേഹത്തിന് പ്രവൃത്തി പരിചയമുണ്ട്, ഒപ്പം തന്നെ അദ്ദേഹത്തിന് കുറച്ച് ടൂൾസ് ആവശ്യമുണ്ട്. ആ ടൂൾസും ഒപ്പം തന്നെ അദ്ദേഹത്തിന് സ്വന്തമായിട്ടൊരു ഓർഗനൈസേഷൻ ഉണ്ടെങ്കിൽ സ്വന്തമായി തന്നെ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് ലൈസൻസ് അപ്ലൈ ചെയ്ത് ഒരു ചെറിയൊരു ഇന്റർവ്യൂ അതിലൂടെ തന്നെ അതിപ്പോ ഇന്റർവ്യൂവിൽ തന്നെ ലോഡ് വേരിയേഷൻസ് ഉണ്ടാവും. 25, 50, 150, 250 മെഗാവാട്ട് എന്ന് പറഞ്ഞ ലോഡ് വേരിയേഷൻസ് ഉണ്ടാവും. അതിൽ ഏതാണെന്നനുസരിച്ച് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയേഴ്സ് ഹൗ ടു അപ്ലൈ ഫോർ എൻ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്. പലർക്കും അറിയാത്ത ഒരു കാര്യമാണ് എങ്ങനെയാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യാന്നുള്ളത്. നമ്മൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പോർട്ടലിലോട്ട് പോവാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗൂഗിളിലെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ക്ലിക്ക് ചെയ്യുക. അതിലൊരു വെബ് പോർട്ടൽ ഉണ്ടാവും, സംരക്ഷ എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ ലൈസൻസ് റിലേറ്റ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അണ്ടറിൽ വരുന്ന ഒരു വെബ്സൈറ്റ് ആണ്, വെബ് പോർട്ടൽ ആണ് സംരക്ഷ എന്ന് പറയുന്നത്. ഈ സംരക്ഷയില് റൈറ്റ് കോർണറിൽ ടോപ്പില് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഈ അക്കൗണ്ട് ത്രൂ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു അക്കൗണ്ട് ക്രിയേറ്റ്, ഈ ലിങ്ക് വഴിയാണ് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്. അപ്പൊ അതില് സൈനപ്പ് ചെയ്യുന്നത് നെയിം, ഇമെയിൽ, ഫോൺ നമ്പർ, പാസ്വേഡ് വെച്ചിട്ടായിരിക്കും. അപ്പൊ നമ്മളൊരു റെഫറൻസിന് വേണ്ടി ഒരാളുടെ പേര് വെച്ച് നമ്മൾ ലോഗിൻ ചെയ്യുവാണ്. അതിൽ ആദ്യം പേര്, പിന്നെ ഇമെയിൽ ID, അതുപോലെ തന്നെ ഫോൺ നമ്പർ. ആ ഫോൺ നമ്പറിലായിരിക്കും നമുക്ക് OTP വരുന്നത്. അപ്പൊ കറസ്പോണ്ടിങ് ഫോൺ നമ്പർ അടിക്കാം. അതിനുശേഷം എന്റർ പാസ്വേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ അക്കൗണ്ട് മുഴുവൻ നമ്മൾ ആക്സസ് ചെയ്യുന്നത് ആ പാസ്വേഡ് വെച്ചിട്ടാണ്. അപ്പൊ ആ പാസ്വേഡ് അടിക്കുക. ഒപ്പം തന്നെ കൺഫേം പാസ്വേഡ് കൊടുത്ത ശേഷം ക്യാപ്ച എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു OTP ആ രജിസ്റ്റർഡ് ഫോൺ നമ്പറിലോട്ട് വരും. ആ OTP ക്ലിക്ക് ചെയ്യുന്ന OTP അടിച്ചതിന് ശേഷം എന്നിട്ട് സബ്മിറ്റ് കൊടുക്കാം. സബ്മിറ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ പഴയ ആ ഒരു വിൻഡോ തന്നെ ഓപ്പൺ ആവും. അതിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. റൈറ്റ് ടോപ്പിൽ തന്നെ ലോഗിൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നമ്മുടെ ഫോൺ നമ്പറും നമ്മളിപ്പോ വെച്ചിരിക്കുന്ന പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യാം. അതിനുശേഷം ക്യാപ്ച ഇട്ട് സൈൻ ഇൻ ചെയ്യാം. സൈൻ ഇൻ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വിൻഡോ വരും. ആ വിൻഡോയിലെ ഡാഷ്ബോർഡ്, അപ്ലിക്കേഷൻസ്, എക്സിസ്റ്റിംഗ് പെർമിറ്റ് ലൈസൻസ്, നോട്ടിഫിക്കേഷൻ, പ്രൊഫൈൽസ്, അതുപോലെ ഗ്രീവിയൻസ്, ലോഗ് ഔട്ട് എന്ന് പറയുന്ന ഓപ്ഷൻസ് ഒക്കെ കാണും. അത് നമ്മൾ അപ്ലിക്കേഷൻസ് എടുക്കാം. ഈ അപ്ലിക്കേഷൻ എടുക്കുന്ന സമയത്ത് നമുക്ക് ഏത് ലൈസൻസ് ആണോ വേണ്ടത് ആ ലൈസൻസിനുള്ള അപേക്ഷകൾ കൊടുക്കും. അതായത് പുതിയ വയർമാനുള്ള പെർമിറ്റ് ആണ് എടുക്കുന്നെങ്കിൽ അതിന്, സിനിമ ഓപ്പറേറ്റർ ലൈസൻസിനുള്ളത്, പുതിയ ഇലക്ട്രിസിറ്റി വർക്കർ പെർമിറ്റിന്, സൂപ്പർവൈസർ മെയിൻസ് അപേക്ഷ, അതുപോലെ തന്നെ സൂപ്പർവൈസർ A ഗ്രേഡ്, B ഗ്രേഡ്, അതുപോലെ ഇലക്ട്രിക്കൽ കോൺട്രാക്ട് A ഗ്രേഡ്, B ഗ്രേഡ്, അങ്ങനെ കുറെ അധികം കാണാൻ പറ്റും. അതിൽ നമ്മൾ ഏതാണോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു ആപ്ലിക്കേഷൻ ഫോമാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ ഞാൻ കറസ്പോണ്ടിങ് ആയിട്ട് ഇപ്പൊ സൂപ്പർവൈസർ ഗ്രേഡ് B ആണ് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്രൊസീഡ് കൊടുക്കുക. അപ്പൊ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഓപ്പൺ ആവും. ആ ആപ്ലിക്കേഷൻ ഫോമിൽ കുറെ അധികം പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അതിൽ ഫസ്റ്റ് തന്നെ പേര്, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രക്ഷിതാവിന്റെ പേര്, മൊബൈൽ നമ്പർ, പെർമനന്റ് അഡ്രസ്, അതിനുശേഷം പിൻകോഡ്, ജില്ല, അതിന് കഴിഞ്ഞിട്ട് ഒരു സ്ഥിര വിലാസവും കത്തുകൾ അയക്കേണ്ട വിലാസവും കൊടുക്കണം. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ലെറ്റർ ത്രൂ ആണ് നമുക്ക് ഇന്റർവ്യൂവിന് വരുന്നത്. അപ്പൊ ആ ലെറ്റർ വരേണ്ട ചിലപ്പോൾ ഒരാൾക്ക് പെർമനന്റ് അഡ്രസ് ഒന്നും, അതുപോലെ അയാൾക്കായിട്ട് കമ്മ്യൂണിക്കേഷൻ അഡ്രസ് വേറെ ആയിരിക്കും. സോ കറസ്പോണ്ടിങ് ആയിട്ട് ഏത് അഡ്രസ്സിലോട്ടാണ് കത്തുകൾ വരേണ്ടത് ആ അഡ്രസ് ആണ് നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം അതിന്റെ പിൻകോഡ്, അതുപോലെ ജില്ല, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, ഏജ് ഇതെല്ലാം കൊടുത്തതിന് ശേഷം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ വിദ്യാഭ്യാസ യോഗ്യത ഏതാണോ അതുപോലെ തന്നെ സാങ്കേതികമായിട്ട്, അതായത് ഡിപ്ലോമയാണോ അതോ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണോ അതോ ബിടെക് ആണോ എന്നുള്ള രീതിക്കൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നേടിയത് അത് കൊടുക്കാം.
അതിനുശേഷം ഇപ്പോ നമുക്ക് വിദ്യാഭ്യാസം SLC+2 അല്ലെങ്കിൽ ITA മാത്രമാണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, കുറച്ച് എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്. അപ്പൊ ആ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ അയാളുടെ എക്സ്പീരിയൻസ് അനുഭവത്തെ കുറിച്ച് പറയാം. ഒപ്പം തന്നെ അദ്ദേഹത്തിന് എന്തായിട്ടാണ് എക്സ്പീരിയൻസ്, ഇലക്ട്രീഷ്യൻ ആയിട്ടാണോ വയർമാൻ ആയിരുന്നിട്ടാണോ എങ്ങനെയാണ് അവരുടെ ഡെസിഗ്നേഷൻ എന്തായിരുന്നു, അത് എന്ന് തൊട്ട് എന്ന് വരെയാണ് ആൾ എക്സ്പീരിയൻസ് ചെയ്തത് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് എത്ര അഡീഷണലി എത്ര എക്സ്പീരിയൻസ് ഉണ്ടോ അത്രയും എക്സ്പീരിയൻസ്, ചിലപ്പോൾ ഒരു ഫേമിൽ 2 വർഷം വേറൊരു ഫേമിൽ 5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ അഡീഷണലി ആഡപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം താഴെ ഇപ്പൊ ഞാൻ സൂപ്പർവൈസറി B ലൈസൻസിന് വേണ്ടി അപ്ലൈ ചെയ്തുകൊണ്ട് 890 രൂപയാണ് ഫീസ് വരുന്നത്. ആ ഫീസ് വരും. അതിനുശേഷം താഴെ ഇരിക്കുന്ന നിർദ്ദേശം വായിച്ച് ഡിക്ലെയർ ചെയ്തതിനു ശേഷം ആഡ് അറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കാം. ഈ ആഡ് അറ്റാച്ച്മെന്റിൽ നമ്മൾ സിഗ്നേച്ചർ, ഫോട്ടോ, ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ, ഏജ് പ്രൂഫ്, ID പ്രൂഫ് ആഡപ്പ് ചെയ്യണം. അതിന് കറസ്പോണ്ടിങ് അത് ആഡപ്പ് ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കാം. സബ്മിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രിവ്യൂ ചെയ്യാനായിട്ട് നമുക്ക് ചെയ്ത കാര്യങ്ങൾ എല്ലാം ശരിയാണോ എന്ന് ഒന്നുകൂടെ റീചെക്ക് ചെയ്തിട്ട് പ്രിവ്യൂ ചെയ്യാം. പ്രിവ്യൂ ചെയ്തതിനു ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി. അതുവഴി നമുക്കൊരു മെയിലിലോ അല്ലെങ്കിൽ നമുക്ക് ഫോൺ നമ്പറിലോ അഡ്രസ് ചെയ്തിട്ട് കറസ്പോണ്ടിങ് എക്സാമിനെ അഡ്രസ് ചെയ്തിട്ടുള്ള ഒരു മെസ്സേജ് വരും. അതിനുശേഷം 2-3 മാസത്തിന് ശേഷം തന്നെ നമുക്ക് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സിൽ ഒരു ലെറ്റർ വന്ന് നമ്മൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് ലോഗ് ഔട്ട് ചെയ്യാം. ഒരു ഒപ്പ് കണ്ട് നിങ്ങൾക്കും ഒരു എന്റർപ്രണർ ആകാം, മികച്ച കരിയർ കെട്ടിപ്പടുക്കാം, ഒരു ലൈസൻസ്ഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ആകാം. മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9497418877.